ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ യുണൈറ്റഡിന് മറ്റൊരു തോൽവി കൂടി. അത്രയും നന്നായിട്ട് കളിച്ചിട്ട് പോലും തോറ്റു എന്നുള്ളതാണ്. സോ എന്താ പറയാ, 2-1 ഒരു തോൽവിയായിരുന്നു. ആസ്റ്റൺ വില്ല നമുക്കറിയാം 10 കളി അടുപ്പിച്ച് ജയിച്ചു. അവർ നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടും തോറ്റു എന്ന് ഓർക്കുമ്പോഴാണ് ആ ഒരു റോജസിന്റെ എന്താ പറയാ, ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു ആ ഒരു ഗോള്, 2 ഗോളും അത്രയും ഒരു വണ്ടർ അടിച്ചൊരു ഗോളായിരുന്നു. ആള് നല്ല രീതിയിൽ തന്നെ കളിച്ചു, 2 ഗോൾ അടിച്ചു. ടോട്ടൽ ആള് കാരണമാണ് ആസ്റ്റൺ വില്ല ജയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ വലിയൊരു കളി കളിച്ചതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. റോജസ് നമുക്കറിയാം വെറും 10 മില്യൺ പേ ചെയ്ത് വന്നൊരു പ്ലെയറാണ്. സിറ്റിയുടെ ഒരു അക്കാഡമിക് പ്ലെയർ കൂടിയാണ്. പക്ഷെ ആളുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് എന്താ പറയാ, ഒരു ടോപ്പ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ടോപ്പ് നോച്ച് ആയിട്ടുള്ളൊരു കളി തന്നെയായിരുന്നു. ആളുടെ ആ ആദ്യത്തെ ഗോള് ലെനിയോറയെ കട്ട് ചെയ്ത് അകത്തേക്ക് വന്ന ആൾ ആ കോർണറിൽ ചെയ്തൊരു ഫിനിഷ് വണ്ടർഫുൾ തന്നെയായിരുന്നു. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗോൾ തന്നെയായിരുന്നു. നമുക്കറിയാം അതിനുശേഷം ഉണ്ണിയമേരിയുടെ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ നമ്മൾ കണ്ടാണ്. സോ അത്രയും ടോപ്പ് നോച്ച് ഒരു ഗോൾ തന്നെയാണ് ആൾ അടിച്ചതെന്ന് പറയാം. ഉണ്ണിയമേരിയുടെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു. പിന്നെ മാത്യൂസ് കൂന നന്നായിട്ട് തന്നെ പെർഫോമൻസ് നടത്തിയെന്ന് വേണം പറയാൻ. ആള് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ആ ബാഡ്ജിന് വേണ്ടി ഇന്നലെ അത്യാവശ്യം കളിച്ചത്. വേറെ 2-3 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ആളുടെ ആ ഗോളും അത്യാവശ്യം ബ്യൂട്ടിഫുൾ തന്നെയായിരുന്നു. ആ ഒരു കർവിങ് ഗോൾ തന്നെയായിരുന്നു. ആളുടെ 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആൾ അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ട് തന്നെ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സോ ഒരു ടോപ്പ് ക്ലാസ് തന്നെയാണ് ആള്. നമുക്കറിയാം ഡീസന്റ് പ്ലെയർ ആണ്. എല്ലാം 2-3 ഷോട്ടുകളൊക്കെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ആൾ എടുക്കുന്നുണ്ടായിരുന്നു. റീബൗണ്ട് വന്നതും അല്ലാത്തതൊക്കെ. സോ ടോപ്പായിട്ടുള്ളൊരു ഗോൾ തന്നെയാണ് ആൾ അടിച്ചതും. 2-3 ഹെഡിങ് എബിലിറ്റിയൊക്കെ ആള് നടത്തുന്നുണ്ടായിരുന്നു. ഡിഫൻസീവിൽ ആൾ ടീമിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. സോ മാത്യൂസ് കൂനയുടെ ഒരു ബ്രില്യൻസ് ഉണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ഹെയ്ഡന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ആളൊരു ടോപ്പായിരുന്നു എന്ന് പറയാം. അധികം അങ്ങനെ ആരും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. ആളുടെ ഒരു ബ്രില്യൻസ് ഉണ്ടായിരുന്നു. 19 വയസ്സുള്ളൂ, ഒരു ടോപ്പ് ക്ലാസ് തന്നെയാണ്. പിന്നെ നമ്മൾ മിസ് ചെയ്ത 2-3 പ്ലേയേഴ്സ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ ബാക്കിൽ. പിന്നെ ഡോർഗു അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ട് തന്നെ കളിച്ചു എന്ന് പറയാം. ആളുടെ ഏരിയയിൽ എബിലിറ്റി ഉപയോഗിച്ചു ആളുടെ ആ പ്രസ്സിങ്ങിലൂടെയാണ് ഫസ്റ്റ് മാത്യൂസ് കൂനയുടെ ആ ഒരു ഗോൾ വന്നതെന്ന് പറയാം. അത് കൂടാതെ തന്നെ ആളുടെ 2-3 മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ആള് നല്ല ഡിഫൻസീവിലും ടോപ്പായിട്ട് തന്നെ കളിച്ചു. ഒരു ഫിനോമിനലായിട്ട് കുറെ നാൾക്ക് ശേഷം വണ്ടർ അടിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു. ലിസാൻഡ്രോ നമ്മൾ കണ്ടാണ് സെക്കൻഡ് ഹാഫിൽ ഒരു മിഡ്ഫീൽഡർ ആയിട്ട് വന്നു. അത്യാവശ്യം ടോപ്പായിട്ട് തന്നെ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാം. അപ്പോൾ ഒരു അടുത്തൊരു പുള്ളിയുടെ ഒരു ഇതിങ്ങനെ തന്നെ ആയിരിക്കും. ആളിങ്ങനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മൾ നന്നായിട്ട് കളിച്ചു, സ്റ്റാറ്റസ് കണ്ടാൽ അറിയാം. പിന്നെ വെറുപ്പിച്ചൊരു കളി നമുക്കറിയാം, അത് ഏറ്റവും പൊട്ടയായിട്ട് കളിച്ചത് ഉഗാട്ടയാണ്. ഉഗാട്ടയുടെ കളി വളരെ മോശമെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വേസ്റ്റ് കളിയായിരുന്നു. നമുക്ക് തന്നെ ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു. ആളെ കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. സോ അത്രയും നമുക്ക് ഇഞ്ചുറികളും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. അപ്പം അടുത്ത മാച്ച് എന്താവും എന്നറിയില്ല. നമുക്കറിയാം ന്യൂക്കാസിലായിട്ടാണ്. അപ്പോൾ ഈ ടീം വെച്ച് തന്നെ നമ്മൾ കളിക്കണം. പിന്നെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷെ എന്നിട്ട് ആസ്റ്റൺ വില്ലയെ പൊട്ടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു 10 കളി അടുപ്പിച്ച് ജയിച്ച് നല്ല ഫോമിൽ വന്നാണ്. ആഴ്സണലിലേക്ക് അടിച്ചൊരു ടീമാണെന്നറിയാം. ഉണ്ണിയമേരി ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ് ടീമിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ. ടോപ്പ് ടീം തന്നെയാണ് അവരിപ്പോൾ.